ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നയൻതാര സ്റ്റോറിവേഴ്സ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ അടുത്ത് അവർ ഒരു ഡേ തന്നെ ചിലപ്പോൾ പല ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും കാണിക്കുന്നത്. ചില സമയത്ത് നിങ്ങളോട് വളരെ സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. അടുത്ത സമയത്താണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ആംഗ്രി ആയിട്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ചിന്തിച്ചിട്ടുണ്ടാവും ഇവരെന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ബിഹേവിയർ പാറ്റേൺ ആണല്ലോ ഇവരുടെ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവൻ ഞാനാണെങ്കിൽ പോലും നമ്മൾ ഓവർ തിങ്കേഴ്സ് ആണ്. നിങ്ങൾ ഒത്തിരി ഓവർ തിങ്കേഴ്സ് ആണ്. ചില സമയത്ത് നിങ്ങളുടെ ഫാമിലിനെ പറ്റി ചിന്തിക്കും, ഫ്രണ്ട്സിനെ പറ്റി ചിന്തിക്കും, ഫ്യൂച്ചർ, ഇത്തരം ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളുടെ തലയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചിലപ്പോൾ നമ്മുടെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തായിരിക്കും നമ്മൾ ഇതിൻ്റെയും ഇറിറ്റേഷൻസ് ഒക്കെ കാണിക്കുന്നത്. ബിക്കോസ് അവരാണ് ഞങ്ങളെ കൂടുതലും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്ന് ഹോപ്പ് ചെയ്യുന്ന ഒരു കാറ്റഗറി ടീമാണ് ഗേൾസ് എന്ന് പറയുന്നത് കേട്ടോ, ഡെഫിനറ്റ്ലി. അപ്പം ഇത് മാത്രമല്ല, ഇവർ ഉള്ളിലാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ പറയുന്നത് ചെറിയ തമാശകളായിരിക്കും ഇവർ ബ്രെയിനിൽ അതങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. പിന്നീട് നിങ്ങളുടെ ഒരു ആബ്സെൻസിലായിരിക്കും ഇവർ അതെടുത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജസിന് എന്തുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി എനിക്കൊരു റിപ്ലൈ കിട്ടാത്തത്, എൻ്റെ പ്രയോറിറ്റി അതിൽ എത്രത്തോളമാണ് എന്നൊക്കെ ഇവർ ചിന്തിക്കും. ചിലപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലും ഉണ്ടാവത്തില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ ചിന്തിച്ച് ഓവർ ടൈം ഇതിങ്ങനെ ആഡ് ഓൺ ചെയ്തിട്ട് ഇവർക്ക് ഇതൊരു ബേസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലെത്തും. അല്ലെങ്കിൽ അതൊരു ഇറിറ്റേഷൻ ആയിട്ടായിരിക്കും നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത്. കാരണം നിങ്ങളത് ഓപ്പൺലി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കെയർലെസ് ആണ്, അവരുടെ ഇമോഷൻസിനോട് നിങ്ങൾ കെയർലെസ് ആണെന്നാണ് അവർ ചിന്തിക്കുക. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് അവർ കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി അവരെ ലിസൺ ചെയ്യുക. അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ സൈലന്റ്ലി മനസ്സിലാക്കുക. കാരണം ഇവരത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണം എന്നില്ല. എല്ലാ കാര്യങ്ങളും ഇന്നതാണ് എന്നുള്ള വളരെ എക്സ്പോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഒരിക്കലും ചിലപ്പോൾ ഗേൾസ് പറയുണ്ടാവില്ല. നിങ്ങൾ അവരെ അതില്ലാതെ മനസ്സിലാക്കണം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടി ഒബ്സർവ് ചെയ്തിട്ട് അവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു ടൈം അവർക്ക് കൊടുക്കുക. അവരെന്തൊക്കെയാണ് അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം അവർക്ക് കൊടുക്കുക. അപ്പോൾ അവരത് കുറച്ചും കൂടെ ഈ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി അവെയർ ആകും. ഞങ്ങളെ പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗേൾസിനെ കുറച്ചും കൂടി കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അവരിലോട്ട് വരും. അങ്ങനെ നമുക്ക് ഈ ഒരു മൂഡ് സ്വിങ്സ് കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെയിൽ ബോഡിയും ഒരു ഫീമെയിൽ ബോഡിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ബയോളജിക്കലി ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ മെയിൽ ബോഡിയിലാണെങ്കിൽ ഹോർമോൺസ് ഒക്കെ ഓൾമോസ്റ്റ് വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ല, വേരിയേഷൻസ് ഇല്ല. ബട്ട് കമ്പയർ ടു ദാറ്റ് ഒരു ഫീമെയിൽ ബോഡിയിൽ എന്ന് പറയുന്ന സമയത്ത് ഒരു മന്തിൽ തന്നെ അവർക്ക് പല വേരിയേഷൻസ്, ഹോർമോണിന്റെ പല വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഇവരുടെ മൂഡ് സ്വിങ്സിനെ ഡയറക്ട്ലി തന്നെ എഫക്ട് ചെയ്യും. അതിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കുറച്ചും കൂടി അവരെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാനുള്ള ഒരു എഫേർട്ട് മീൻസ് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും, ഈവൻ ബോത്ത് ഫ്രണ്ട് ഓർ ഹസ്ബൻഡ്, ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് അവരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക, അവരെ കുറച്ചും കൂടി കെയർ ചെയ്യുക, കൺസിഡർ ചെയ്യുക, കുറച്ചും കൂടി റെസ്പെക്ട് കൊടുക്കുക. ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടോ. അല്ലാതെ ഇവരെന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇതിനെ പറ്റി ഒന്നും ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു കൺഫ്യൂഷനുമായി ഇങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ദിസ് ഇസ് സിമ്പിൾ. ശരിക്കും ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമല്ലോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.